നമസ്കാരം. അവസാനം VDയെ വെട്ടിമാറ്റി മുഖ്യമന്ത്രിയാവാനുള്ള KC വേണുഗോപാലിന്റെ ശ്രമത്തിനെതിരെ ആയിരക്കണക്കിന് ആളുകളാണ് കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ പൊതുനിരത്തിലേക്ക് ഇറങ്ങിക്കൊണ്ട് പ്രകടനവുമായി എത്തിയിരിക്കുന്നത്. വളരെ ക്ഷുഭിതരാണ് അവർ. കാരണം VD സതീശനാണ് കേരളത്തിൽ 102 സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞത്. VD സതീശനാണ് പറഞ്ഞത് UDF അധികാരത്തിലെത്തുമെന്ന് പറഞ്ഞത്. UDF അധികാരത്തിലെത്തി വനവാസത്തിന് പോകുമെന്ന് പറഞ്ഞത് VD സതീശനാണ്. കഴിഞ്ഞ 5 വർഷമായി UDFനെ നയിച്ചിട്ടുള്ളത് VD സതീശനാണ്. പിണറായി വിജയനെതിരെ ഏറ്റവും ശക്തമായ രൂപത്തിൽ പോരാടിയിട്ടുള്ളത് VD സതീശനാണ്. അങ്ങനെ കേരളത്തിൽ UDFനെ നയിച്ച VD സതീശനെ മുഖ്യമന്ത്രിയാക്കുന്നതിന് പകരം, പ്രതിപക്ഷ നേതാവായ VD സതീശനെ മുഖ്യമന്ത്രിയാക്കുന്നതിന് പകരം KC വേണുഗോപാലിനെ കെട്ടിയിറക്കിയാൽ അത് അനുവദിക്കില്ല എന്ന് ഡിക്ലെയർ ചെയ്തുകൊണ്ട് പ്രഖ്യാപിച്ചുകൊണ്ടാണ് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ വലിയ റാലികൾ നടക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് സാധാരണ പ്രവർത്തകരാണ് സ്വയം വാട്സപ്പ് സന്ദേശം വഴി ഗ്രൂപ്പായി ഉണ്ടാക്കി തിരുവനന്തപുരത്ത് ഇറങ്ങിയിരിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇത് ചെറിയൊരു കാര്യമല്ല. ആയിരക്കണക്കിന് ആളുകൾ മുദ്രാവാക്യം വിളിക്കുന്ന ആ ചടങ്ങ്, അവരുടെ റാലിയിലേക്ക് നമുക്ക് നോക്കാം. ഇത്രയും കാലം ഈ സംഘടനയെ നയിച്ചു കൊണ്ടുപോയ, കോൺഗ്രസിനെ UDFനെ ഒറ്റക്കെട്ടായി നയിച്ചു കൊണ്ടുപോയ സതീശൻ ഇപ്പോൾ പെട്ടെന്ന് ഒരു സ്വഭാവത്തിൽ വേണ്ട എന്ന് പറയുമ്പോൾ അതിനുള്ള വികാരമാണ് ജനങ്ങൾ കണ്ടല്ലോ. ആയിരക്കണക്കിന് ആളുകൾ ഇവിടേക്ക് പ്രവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് ചെറിയ ഒരു പ്രതിഷേധമല്ല, വലിയ തോതിലുള്ള പ്രതിഷേധമാണ്. ഇത് കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ആരും പറഞ്ഞിട്ടല്ല. കാരണം ആദ്യം മുതൽ അവസാനം വരെ പ്രവർത്തിച്ച് ഭരണം ഉണ്ടാക്കി കൊടുത്ത ശേഷം VD സതീശനെ, പ്രതിപക്ഷ നേതാവിനെ വെട്ടിമാറ്റി മുഖ്യമന്ത്രി സ്ഥാനം KC വേണുഗോപാൽ കൊണ്ടുപോവുകയാണെങ്കിൽ അങ്ങനെ ഒരു സ്ഥാനം വേണ്ട, അങ്ങനെ ഒരു കാര്യം പറ്റില്ല എന്നാണ് ഇവർ പ്രഖ്യാപിക്കുന്നത്. ഇതെന്തായാലും കോൺഗ്രസിനോട് വലിയ വിള്ളലുണ്ടാക്കുന്നു. മാത്രമല്ല, ഇതിനൊക്കെ കാരണക്കാരനായ, കലാപമുണ്ടാക്കാൻ കാരണക്കാരനായ KC വേണുഗോപാൽ ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഞാൻ ഇവിടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കില്ല, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, അതുകൊണ്ട് ആരെങ്കിലും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതിനില്ല. ഇപ്പോൾ മുസ്ലിം ലീഗും ജോസഫ് ഗ്രൂപ്പും അടക്കമുള്ള ആളുകൾ പരസ്യമായി തന്നെ VD സതീശനെ അനുകൂലമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇത് വലിയ പ്രക്ഷോഭമായി മാറുകയാണ്. കേരളത്തിൽ വലിയ അക്രമാസക്തമായി തീരാൻ സാധ്യതയുണ്ടെന്നുള്ള വിവരങ്ങളാണ് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് അടുത്ത വീഡിയോയിലേക്ക്